രണ്ടാം ലോക മഹായുദ്ധം. അമേരിക്കൻ ഫൈറ്റർ പ്ലെയിനുകൾ ജർമ്മൻ ടെറിട്ടറിയിൽ പോയി ബോംബിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരും. പല പ്ലെയിൻസും ബുള്ളറ്റ് ഹോൾസ് നിറഞ്ഞിട്ടാണ് വരുന്നത്. പലതും തിരിച്ച് എത്തുന്നേയില്ല. അപ്പോൾ അമേരിക്കൻ മിലിറ്ററിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പ്ലെയിൻസിന് എക്സ്ട്രാ ആർമറുകൾ വെക്കാം. പക്ഷേ ആർമർ ഒരുപാട് ഹെവി ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ചോദ്യം വന്നു, എവിടെയാണ് നമ്മൾ ആർമർ വെക്കേണ്ടത്? അവർ തിരിച്ചു വന്ന എല്ലാ പ്ലെയിനുകളിലും ഒരു സ്റ്റഡി നടത്തി. വിങ്സിലും ബോഡിയിലും ടെയിലിലുമാണ് ഏറ്റവും കൂടുതൽ ബുള്ളറ്റിന്റെ ഹോളുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ മിലിറ്ററി പറഞ്ഞു, നമുക്ക് അവിടെ എല്ലാം ആർമർ വെക്കാം. വളരെ ലോജിക്കലായിട്ട് തോന്നുന്നു. അപ്പോഴാണ് എബ്രഹാം വോൾഡ് എന്നൊരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആ ചർച്ചയിൽ ഇടപെട്ടത്. അയാൾ പറഞ്ഞു, നിങ്ങൾ നോക്കുന്നത് തെറ്റായിട്ടുള്ള പ്ലെയിനുകളെയാണ് എന്ന്. നിങ്ങൾ കാണുന്ന ബുള്ളറ്റ് ഹോൾസ് അത് തിരിച്ചു വന്ന പ്ലെയിനിലേതാണ്. അതായത് ആ ഭാഗങ്ങളിൽ വെടി കൊണ്ടിട്ടും പ്ലെയിൻ പറന്ന് തിരിച്ചെത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾക്ക് ആർമർ വേണ്ട. ആർമർ വെക്കേണ്ടത് തിരിച്ചു വന്ന പ്ലെയിൻസിലെ ഹോൾ ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് എന്ന്. ഞാനിപ്പോൾ ഈ കഥ പറഞ്ഞത് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മറുപടിക്ക് വേണ്ടിയിട്ടാണ്. ആ ചോദ്യം എന്താണ് എന്ന് ഞാൻ പറയാം. ആ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു, അളിയ ഒരു കാര്യം പറയട്ടെ, അംബാനി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണോ പണക്കാരനായത്? യൂസഫ് അലി SIP തുടങ്ങിയിട്ടാണോ ലുലു മോൾ ഉണ്ടാക്കിയത്? പോട്ടെ, മെസ്സി മ്യൂച്വൽ ഫണ്ട് വാങ്ങിയിട്ടാണോ കോടികൾ ഉണ്ടാക്കിയത്? ഇനി സൂപ്പർ സ്റ്റാർ ഒന്നും വേണ്ട. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുഴിക്കണ്ടം കുര്യച്ചൻ, പുള്ളി ഗൾഫിൽ പോയി നല്ല പൈസ ഉണ്ടാക്കി. പുള്ളിയുടെ ബ്രദർ കുഴിക്കണ്ടം മാമച്ചൻ നാട്ടിൽ എന്തോ ചെറിയ പരിപാടിയൊക്കെ ചെയ്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി. അങ്ങനെ എത്രയോ ആളുകൾ. നമ്മൾ കാണുന്ന ഒരു പണക്കാരനും ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല റിച്ച് ആയത്. പിന്നെ ഞാൻ എന്തിനാണ് മാസം 10,000 രൂപ ഇൻഡെക്സ് ഫണ്ടിലിട്ട് 30 വർഷം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ എൻ്റെ ആ കൂട്ടുകാരൻ ചോദിച്ചത് ഒരു അടിപൊളി ചോദ്യമാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ വളരെ ഓണസ്റ്റ് ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യം. ഈ വീഡിയോയിൽ ആ ക്വസ്റ്റ്യനുള്ള ഉത്തരം ഞാൻ കൃത്യമായിട്ട് തരാം. ആ ഉത്തരത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അംബാനി ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല റിച്ച് ആയത് എന്ന് നമുക്കറിയാം. പക്ഷേ അതേ അംബാനിയുടെ സ്റ്റോറിയിൽ തന്നെ നമ്മൾ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആൻസറും ഉണ്ട്. 1977 മറ്റൊരു സ്റ്റോറിയും കൂടെ ഞാൻ പറയാം. അതും കൂടെ പറയുന്ന സമയത്ത് ആ ചോദ്യം തന്നെ മുഴുവനായിട്ട് തിരിയുന്നത് നമുക്ക് കാണാം. തീർച്ചയായിട്ടും അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് ആദ്യം ആ ചോദ്യത്തിൻ്റെ ലോജിക് ഒന്ന് നോക്കാം. സംഭവം വളരെ സിമ്പിളാണ്. പണക്കാരായവരെല്ലാം ബിസിനസ് അല്ലെങ്കിൽ ടാലന്റ് വഴി ഉണ്ടാക്കിയ പണമാണത്. ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആരും പണക്കാരനായിട്ടില്ല. പക്ഷേ ഈ ലോജിക്കിൽ ഒരു ചെറിയ ഹോളുണ്ട്. ആ ഹോളിന് ഒരു പേരുമുണ്ട്, സർവൈവർഷിപ്പ് ബയസ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വാർ സ്റ്റോറിയിൽ പറഞ്ഞ കഥ. പക്ഷേ നമ്മുടെ കയ്യിൽ ഇല്ലാതിരുന്ന ഡേറ്റ വീണു പോയ ആളുകളുടെ സ്റ്റോറിയാണ്. ഇതിനെയാണ് നമ്മൾ സർവൈവർഷിപ്പ് ബയസ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും കാണുന്നത് സർവൈവ് ചെയ്തവരെ മാത്രമാണ്. തോറ്റുപോയവർ എപ്പോഴും ഇൻവിസിബിൾ ആണ്. ഇനി ഇതേ ലെൻസ് വെച്ച് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനെ ഒന്ന് നോക്കാം. അംബാനി ബിസിനസ് ചെയ്തിട്ടാണ് റിച്ച് ആയത്. പക്ഷേ അംബാനിയുടെ അതേ കാലത്ത് അതേ അംബീഷനോടുകൂടി ബിസിനസ് തുടങ്ങിയ എത്ര ലക്ഷം പേരുണ്ട്? അവരുടെ എല്ലാം പേര് നമുക്കറിയാമോ? അവരെല്ലാം രക്ഷപ്പെട്ടോ? ഇല്ല. കാരണം അവരെല്ലാവരും തിരിച്ചു വരാത്ത പ്ലെയിനുകളാണ്. യൂസഫ് അലി ഗൾഫിൽ പോയി കോടീശ്വരനായി. ശരി, 1970-കൾ മുതൽ ഗൾഫിൽ പോയ ലക്ഷക്കണക്കിന് മലയാളീസിൽ ബിസിനസ് തുടങ്ങിയവരിൽ എത്ര പേർ ലുലുമോൾ ഉണ്ടാക്കി? അതല്ലെങ്കിൽ ആ ലെവലിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്? ബാക്കിയുള്ളവരിൽ വലിയൊരു വിഭാഗം ആളുകളും വർഷങ്ങൾ അധ്വാനിച്ച് കുറച്ച് സമ്പാദിച്ച് തിരിച്ചു വന്നവരാണ്. കുറേ ആളുകൾ നാട്ടിൽ വന്ന് കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം കൊണ്ട് ബിസിനസ് തുടങ്ങി അത് പൊളിഞ്ഞു പോയ ആളുകളും ഉണ്ട്. പക്ഷേ നമ്മൾ യൂട്യൂബിലൊന്നും ആ സ്റ്റോറികളൊന്നും കേൾക്കാൻ പോകുന്നില്ല. പോഡ്കാസ്റ്റിൽ വരുന്ന ആളുകളെല്ലാം സക്സസ്ഫുൾ ആയ ആളുകൾ മാത്രമാണ്. ഞാൻ 5 ലക്ഷം രൂപ കൊണ്ട് തുടങ്ങി ഇന്ന് 100 കോടി ടേൺ ഓവർ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ ഇന്റർവ്യൂ നമ്മൾ ഒരുപാട് കാണും. പക്ഷേ ഞാൻ 5 ലക്ഷം രൂപ കൊണ്ട് തുടങ്ങി 3 വർഷം കഴിഞ്ഞ് ലക്ഷക്കണക്കിന് കടം മാത്രം ബാക്കി എന്ന് പറയുന്ന ഒരാളുടെ ഇന്റർവ്യൂ നമ്മൾ എത്ര സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ആ ആളിന് അത് പറയാൻ താല്പര്യവുമില്ല. ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്ക് അവരോട് ചോദിക്കാനും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൽ പെടുന്ന ഡേറ്റ മുഴുവൻ തിരിച്ചു വന്ന പ്ലെയിനുകളിൽ മാത്രമാണ്. ഇനി നമുക്ക് കുറച്ച് നമ്പേഴ്സ് നോക്കാം. ഇത് കേൾക്കുമ്പോൾ ആ ഇൻവിസിബിൾ പ്ലെയിൻസ് എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഒന്ന്, ബിസിനസ്. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളിൽ ഏകദേശം 90% ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ തന്നെ ഫെയിൽ ആകുന്നു എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. 10ൽ 9. ഇത് ഇവിടെ പറയുന്നത് ഫണ്ടിങ് കിട്ടിയ സ്റ്റാർട്ടപ്പുകളുടെ കണക്കാണ്. നാട്ടിലെ ചെറിയ കട, ഹോട്ടൽ, ബുട്ടീക്ക്, അതിൻ്റെ ഒന്നും കണക്ക് ഇതിലില്ല. അത് എടുത്തു കഴിഞ്ഞാൽ അത് ഇതിലും കടുപ്പമായിരിക്കും. 2, സിനിമ. ഓരോ വർഷവും ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ആക്ടിങ് ഡ്രീമായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ സിനിമയിൽ എത്തുന്നത് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ്. സ്റ്റാർ ആകുന്നത് ഒരു ജനറേഷനിൽ ഒരു പിടി ആളുകൾ മാത്രമാണ്. ഇനി 3, ക്രിക്കറ്റോ മറ്റേതെങ്കിലും സ്പോർട്ടോ. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ സീരിയസ് ആയിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. നാഷണൽ ടീമിൽ ഒരു സമയത്ത് കളിക്കുന്നത് 10-15 പേരും മാത്രം. BCCIയുടെ സെൻട്രൽ കോൺട്രാക്റ്റിൽ ഉള്ളത് ഏകദേശം 25-30 പേരും മാത്രം. അതായത് ഓഡ്സ് എന്ന് പറയുന്നത് ലക്ഷത്തിൽ വളരെ വളരെ ചെറിയ നമ്പർ മാത്രമാണ് എന്ന്. മറ്റുള്ള സ്പോർട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതിലും മോശമാണ്. ഇവിടെ എല്ലാം ഒരു ഫുട്ബോൾ സ്റ്റേഡിയം പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ട്രൈ ചെയ്ത് ജയിക്കാതെ പോയവർ ലക്ഷക്കണക്കിന് പേർ ഗാലറിയിൽ കളി കാണാനായിട്ട് ഇരിക്കുന്നു, ആരും അറിയപ്പെടാതെ.
ജയിച്ച 10-11 പേർ മാത്രമാണ് ഗ്രൗണ്ടിൽ എല്ലാവരുടെയും കണ്ണിൽ പെടുന്നത് പോലെ അവിടെ നിന്ന് കളിക്കുന്നത്. വിന്നേഴ്സ് എല്ലാം വിസിബിൾ ആണ്, ലൂസേഴ്സ് എല്ലാവരും ഇൻവിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ എപ്പോഴും പറയും ജയിക്കാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഇത്രയും നെഗറ്റീവ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്നോട് ചോദിക്കാൻ പോകുന്നത്, അപ്പോൾ ബിസിനസ് ചെയ്യുന്നവരെല്ലാം മണ്ടന്മാരാണോ? റിസ്ക് എടുക്കുന്നത് തെറ്റാണോ? അല്ല. ഇവിടെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ വരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. അംബാനിക്കും യൂസഫ് അലിക്കും ഒക്കെ കോമൺ ആയിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു. ബിസിനസ് സത്യം പറഞ്ഞാൽ അവരുടെ ഒബ്സെഷൻ ആയിരുന്നു. ഡേ ആൻഡ് നൈറ്റ് അവർ വർക്ക് ചെയ്യുന്നു, വർഷങ്ങളോളം അവർ ഗ്രൈൻഡ് ചെയ്തു, മൾട്ടിപ്പിൾ ഫെയിലിയേഴ്സ്, സർവൈവ് ചെയ്യാനുള്ള സ്റ്റൊമക്ക് അവർക്കുണ്ടായിരുന്നു. നമ്മുടെ ചുറ്റുമുള്ള എത്ര ആളുകൾക്ക് ആ ഫയർ ഉണ്ടെങ്കിൽ സത്യമായിട്ടും ഗോ ഫോർ ഇറ്റ്. ഈ വീഡിയോ നിങ്ങളെ തടയാനുള്ള വീഡിയോയേ അല്ല. ഓൺടർപ്രണേഴ്സ് തീർച്ചയായിട്ടും വേണം. അവർ തന്നെയാണ് നമ്മുടെ ചുറ്റും ജോലികൾ ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മളിൽ ഭൂരിഭാഗവും ഓർഡിനറി മനുഷ്യരാണ്. ആ ഫെയിലിയർ താങ്ങാനുള്ള സ്റ്റൊമക്ക് നമുക്കില്ല. സാലറി വാങ്ങുന്ന, ഫാമിലിയുള്ള, EMI ഉള്ള, മന്ത് എൻഡിൽ കണക്ക് നോക്കുന്ന സാധാരണക്കാരനാണ് നമ്മുടെ ചുറ്റും ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ വ്യത്യാസം ഇതാണ്. ഒരു ബിസിനസ്മാൻ ഫെയിൽ ആയാൽ അയാൾക്ക് ചിലപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ ലൈഫിലെ സേവിങ്സ് പോയാൽ റീസ്റ്റാർട്ട് ബട്ടൺ ഇല്ല. അപ്പോൾ ഇനിയാണ് ആ ട്വിസ്റ്റ്, ഈ വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് അംബാനി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ലല്ലോ റിച്ച് ആയത് എന്നാണ്. ശരിയാണ്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അംബാനിയുടെ ആ 1,00,000 കോടി വെൽത്ത് അതിപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ടാണോ ഇരിക്കുന്നത്? അതല്ലെങ്കിൽ വീട്ടിൽ ഗോൾഡ് ആയിട്ടാണോ ഇരിക്കുന്നത്? അല്ല. അംബാനിയുടെ വെൽത്തിൻ്റെ ഏതാണ്ട് മുഴുവനും റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഷെയർസ് ആയിട്ടാണ് ഇരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത, ദിവസവും വില മാറുന്ന, നിങ്ങൾക്കും എനിക്കും ഒക്കെ വാങ്ങാൻ പറ്റുന്ന ആ ഷെയർസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഫോർബ്സിന്റെ ലിസ്റ്റിൽ അംബാനിയുടെ വെൽത്ത് ഇത്ര ബില്യൺ എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്നത് അംബാനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട് എന്നല്ല, പകരം അയാളുടെ ഷെയർസിന്റെ എണ്ണം സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അംബാനിയുടെ കാശില്ല എന്നല്ല ഞാൻ പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെലവൻസ് ആണ് ഞാൻ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അംബാനി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിലും അംബാനിയുടെ വെൽത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലാണ്. യൂസഫ് അലിയും ഏകദേശം സിമിലർ ആണ്. 2024 ലുലു റീറ്റെയിൽ അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് എക്സാക്ട്ലി അതേ കാര്യം തന്നെയാണ്. ബിസിനസിന്റെ ഓണർഷിപ്പ് വാങ്ങുക എന്നത്. ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവർ ഒരു ബിസിനസിന്റെ 50% അതിനു മുകളിലോ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ 50 ബിസിനസിന്റെ 0.00001% ഓൺ ചെയ്യുന്നു. ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഓപ്പോസിറ്റ് അല്ല. ഇൻവെസ്റ്റിംഗ് എന്നത് ബിസിനസ് ബിൽഡ് ചെയ്യാതെ തന്നെ ബിസിനസ് ഓൺ ചെയ്യാനുള്ള മാർഗ്ഗമാണ്. ഇനി ആ 2077 സ്റ്റോറി. ധീരുഭായ് അംബാനി റിലയൻസിന്റെ IPO ഇറക്കിയപ്പോൾ അന്ന് ഷെയർസ് വാങ്ങിയത് വലിയ പണക്കാരൊന്നും ആയിരുന്നില്ല. സാധാരണ മിഡിൽ ക്ലാസ് ആളുകളായിരുന്നു. ടീച്ചേഴ്സ്, ക്ലർക്സ്, ചെറിയ കച്ചവടക്കാർ, ഇവരൊക്കെ. അന്ന് 1000 രൂപയ്ക്ക് ഷെയർ വാങ്ങിയവരൊക്കെ, അന്നത്തെ 1000 ചെറുതാണ് എന്നല്ല, പക്ഷേ അന്ന് വാങ്ങിയവരൊക്കെ വിൽക്കാതെ പിടിച്ചു നിന്നവരുടെ കയ്യിൽ ബോണസ് ഇഷ്യൂസും സ്പ്ലിറ്റും എല്ലാം കൂടി ഇന്ന് കോടികളുടെ വാല്യൂ ഉണ്ട്. അവരാരും ബിസിനസ് തുടങ്ങിയില്ല, റിസ്ക് എടുത്തതിന്റെ സ്ലീപ്ലെസ് നൈറ്റ്സും അവർക്കുണ്ടായില്ല. അവർ ചെയ്ത ഒരേ ഒരു കാര്യം, ഒരു ബിസിനസ്മാൻ്റെ കൂടെ ഓണർഷിപ്പ് പങ്കിട്ടു എന്നത് മാത്രമാണ്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഓരോ ഓർഡിനറി പേഴ്സണിനും 2 ലിവർ ഉണ്ട്. രണ്ടും ഒരുമിച്ച് വലിക്കണം. ഒന്നാമത്തെ ലിവർ ഇൻകം കൂട്ടുക എന്നതാണ്. ഇൻവെസ്റ്റിംഗ് ഒരു മാജിക് ഒന്നുമല്ല. നമ്മൾ പറയുന്നത് പോലെ മാസം 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ആരും പെട്ടെന്ന് ക്രോർപതിയൊന്നും ആകാനും പോകുന്നില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോട് കള്ളമാണ് പറയുന്നത്. സോ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഏർണിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നതാണ്. സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുക, ബെറ്റർ ജോബ് അല്ലെങ്കിൽ സൈഡ് ഇൻകം, സാലറി നെഗോഷിയേറ്റ് ചെയ്യുക, അതാണ് നിങ്ങളുടെ എൻജിൻ. ഇനി രണ്ടാമത്തെ ലിവർ, ആ ഇൻകത്തിന്റെ, അതായത് നമുക്ക് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകത്തിന്റെ ഒരു പോർഷൻ കൺസിസ്റ്റന്റ് ആയി ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. എത്ര പെർസെൻറ്റേജ് എന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. പക്ഷേ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് എല്ലാ മാസവും മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടോ പോകുന്നത് എന്നത് ഇറസ്പെക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ബ്രോഡ് ഇൻഡെക്സ് ഫണ്ട്, ഒരു SIP, അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള തുടക്കം. അവിടെ നിന്നും നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. പിന്നെ മൂന്നാമത്തത് ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള നോട്ടാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഓൺടർപ്രണറിന്റെ ഫയർ ഉണ്ട് എങ്കിൽ അതൊരിക്കലും കിടത്തി കളയരുത്. സ്മാർട്ടായിട്ട് കളിക്കുക. ബിസിനസ് ചെയ്യുന്നവരും ഇൻവെസ്റ്റ് ചെയ്യുക, അതാണ് നിങ്ങളുടെ പാരച്യൂട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന്റെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. അംബാനി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണോ റിച്ച് ആയത്? അല്ല. പക്ഷേ വിസിബിൾ വിന്നേഴ്സിനെ നോക്കി മാത്രം നമ്മളും ഡിസിഷൻ എടുക്കരുത്. ഇൻവിസിബിൾ ലൂസേഴ്സിനെ കൂടെ കണക്കിലെടുക്കുക. അതാണ് ഈ വീഡിയോയുടെ ഒറ്റ വരിയിലുള്ള സമ്മറി. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് കിട്ടാനാ എന്ന് ചോദിക്കുന്ന ആ ഒരു ഫ്രണ്ടിനോ ഫാമിലി മെമ്പറിനോ. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കേട്ട എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ അതും നമ്മളോട് സംസാരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.